അപ്പം അവാർഡ് കിട്ടി. എനിക്ക് ഏറെ അഭിമാനം. എൻ്റെ നാട്ടിലേക്ക് ഒരു അവാർഡ്, തൊടുപുഴയ്ക്ക് ഒരു അവാർഡ് വരുന്നു. അതിനപ്പുറത്തേക്കും ആസിഫിന് അവാർഡ് കിട്ടിയത് ഒത്തിരി സന്തോഷം. ആസിഫിന് ഒത്തിരി സന്തോഷം. താങ്ക് യു. ഞാൻ വളരെ, എനിക്ക് എന്താ പറയണെന്ന് അപ്പൊ എന്റെ അവസ്ഥ ഉറപ്പായിട്ടും അതെ. നമ്മുടെ തൊടുപുഴക്കാരെ എത്ര പേര് എന്നെ വിളിച്ചു എന്നറിയോ? എന്നെ രാവിലെ തൊട്ടുള്ളേ എങ്ങനെയാണ് അപ്പൂന് അവാർഡുണ്ടോ, അപ്പൂന് അവാർഡൊന്നും നമ്മളെ ആ സുഹൃത്ത് വലയത്. ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് അപ്പൂന് അവാർഡുണ്ടെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ സന്തോഷം അതാണ്. കാര്യം ഈ നോമിനേഷൻ വന്നു, ഫൈനൽ റൗണ്ട്സിൽ വന്നു എന്നൊക്കെ അറിഞ്ഞ സമയം മുതൽ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ചാനൽസിലാണെങ്കിലും ഒക്കെ എല്ലാവരും വളരെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം അർഹതയുണ്ട് എന്നുള്ള രീതിയിൽ. അത് തന്നെയാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ അംഗീകാരം. കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ഇവനെന്തിനാ കൊടുത്തതെന്ന് ചോദിക്കുന്നതിനേക്കാൾ നല്ലത് അദ്ദേഹം അർഹിക്കുന്നുണ്ടെന്ന് എല്ലാവരും ഒരേപോലെ പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ സ്പെഷ്യലി മമ്മൂക്കായോടൊപ്പം നോമിനേറ്റ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ബെസ്റ്റ് ആക്ടർ എന്നുള്ള കാറ്റഗറിയിലാണ്. അപ്പം അതിൽ തന്നെ എനിക്ക് ഈ സന്തോഷങ്ങളും എല്ലാം മുതലായിട്ടുണ്ട്. പിന്നെ ഇത് കിട്ടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്കൊരു മലയാളി ആക്ടറിന് കിട്ടാവുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു അവാർഡ് കൂടിയാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഒരു മികച്ച തുടക്കമായിട്ട് ഇത് കാണാൻ പറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും മികച്ച തുടക്കം. 2 പടങ്ങളുണ്ട്. 2 പടം ഒന്നിനൊന്ന് മികച്ച പടങ്ങളായിരുന്നു. ഞാൻ ജൂറി മെമ്പർമാരുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അവർ പറഞ്ഞ ഒരു വാക്കെൻ്റെ മനസ്സിൽ ഭയങ്കര ടഫായിരുന്നു ഈ തോണ. ഇത്രയും 2-3 പ്രാവശ്യം വീണ്ടും വീണ്ടും കാണേണ്ട വന്നു സിനിമകൾ. മമ്മൂക്കാട് സിനിമയാണെങ്കിലും ആസിഫിൻ്റെ സിനിമ ഇങ്ങനെ കാണേണ്ടതായി വന്നു. അത്ര മത്സരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ ആലോചിക്കുകയാണ് ആസിഫിൻ്റെ ആ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്ത ടൈം നമ്മളൊന്ന് ചിന്തിച്ചു പോയി. അത് ആസിഫിന് ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിൽ നോടിയെത്തിക്കാണല്ലേ. ഉറപ്പായിട്ടും കഴിഞ്ഞ വർഷം ചെയ്ത സിനിമകൾ ഇപ്പം തലവൻ മുതൽ ലാസ്റ്റ് ഇറങ്ങിയ സിനിമകൾ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നത് സർക്കിട്ട് വരെയുള്ള സിനിമകളിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും പറ്റി ആളുകൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനു മുന്നേ ഒക്കെ നോമിനേഷൻസിൽ ഉണ്ട് ഇല്ല എന്ന് പറയുമ്പോഴൊന്നും എനിക്ക് അങ്ങനെ വലിയൊരു ടെൻഷനോ എക്സൈറ്റ്മെൻറ്റോ ഒന്നും തോന്നിയിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം അത് നോമിനേറ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് കഴിഞ്ഞ വർഷം ചെയ്ത സിനിമകളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിൻ്റെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി ഈ ജൂറിയിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പ്രകാശ് രാജിനെ പോലെ ഒരു ആക്ടറിൻ്റെ ലീഡ് ചെയ്തിട്ട് വരുന്ന ഒരു ജൂറി എന്ന് പറയുമ്പോൾ 100% സിനിമയെ മനസ്സിലാക്കി വേറൊരു ഇൻഫ്ലുവൻസും ഇല്ലാത്തതായിരിക്കണം അവർക്കൊരു വാശി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷത്തെ എല്ലാ അവാർഡ്സിനോടൊരു പ്രത്യേകത അത് തന്നെയാണ്. അർഹിച്ചവർക്ക് തന്നെയാണ് കൃത്യമായി അവാർഡുകളെല്ലാം എത്തിയിരിക്കുന്നത്. നമുക്ക് അല്പസമയം മുമ്പ് നമുക്ക് ആദ്യം പറഞ്ഞ ആസിഫലിക്ക് അഭിനന്ദനം എന്ന് പറയും. നമുക്കാണ് ആദ്യത്തെ ബൈറ്റ് ഈ അവാർഡ് ഇടുന്നത് ആസിഫലിക്ക് അഭിനന്ദനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു ചോദ്യം പോയി, ഈ പഴയ തലമുറ, ഞാനും ഈ തലമുറയിലുള്ള ആളാണ്, എൻ്റെ തലമുറയിലുള്ള ആളുകളാണ്. ആസിഫലിയുടെ പേരെടുത്താണ് മമ്മൂക്ക ഇന്ന് അഭിനന്ദിച്ചെന്നുള്ളതാണ്. അത് ബൈറ്റ് കണ്ടായിരുന്നു. കണ്ടു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. മികച്ച നടൻ ആസിഫലിയാണെന്ന് മമ്മൂക്ക പറയുന്നത് കേൾക്കുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിന് എന്നോടൊരു കെയറിങ് ഉണ്ട്. എപ്പോഴും ആ സ്നേഹവും ഇഷ്ടവും എല്ലാം വളരെയധികം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നെപ്പറ്റി എപ്പോഴും പറയാവുന്ന എല്ലാ അവസരങ്ങളിലും നമുക്ക് എടുത്തു പറയാറുമുണ്ട്. പക്ഷെ ഇങ്ങനെ അദ്ദേഹത്തിന് സ്പെഷ്യൽ അവാർഡ് കിട്ടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹം എൻ്റെ പേരെടുത്ത് മെൻഷൻ ചെയ്യാന്ന് പറയുന്നത് അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ആരൊക്കെ വിളിച്ചു ഇപ്പം ഞാൻ എല്ലാവരോടും സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി പേര് വിളിച്ചിട്ട് എന്നോട് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ്. 100%. അങ്ങനെയുള്ള എല്ലാവരോടും സംസാരിക്കണം, അവരുടെ എല്ലാ പ്രാർത്ഥനകൾക്കും നന്ദി പറയണമെന്നുണ്ട്. അതല്ലേ, പ്രത്യേകിച്ച് നമ്മുടെ തൊടുപുഴക്കാരോട് തന്നെ പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആഗ്രഹങ്ങളോട് സിനിമയിൽ വന്നതാണ്. അപ്പോൾ ആഗ്രഹിച്ചാൽ എത്തിപ്പെടാൻ പറ്റും, ആർക്കും എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് നമ്മളിത് ആ ഫസ്റ്റ് സ്റ്റെപ്പ് കാണിച്ചിരിക്കുകയാണ്. ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ ഈ തൊടുപുഴയ്ക്കും തൊടുപുഴക്കാരനെ തേടി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഒത്തിരി സന്തോഷം ആസിഫേ, ഒത്തിരി സന്തോഷം. വീണ്ടും ഒരു ചെറിയ കാര്യം പറയട്ടെ. ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിൻ്റെ പവർ.